സ്കൂളിൽ പോ. അമ്മ പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാ ബസ് പോകും. അമ്മ പ്രാർത്ഥിച്ചോളാം, പക്ഷെ മോള് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. എത്ര സമയം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സൗന്ദര്യം നോക്കുന്നേ? 1 മിനിറ്റ് രൂപക്കൂടിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് ഉണ്ണീശോയും കൂട്ടി പോന്നേ. ശരിയാ, ഞാൻ എപ്പോഴും മറക്കുന്നു. സോറി ഉണ്ണീശോയെ. എന്താ അമ്മയും മോളും കൂടെ ഒരു സൗന്ദര്യപ്പിണക്കൊക്കെ? എന്താ കാര്യം? എൻ്റെ പൊന്നു കുഞ്ഞുമാലാകയെ, ഈ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞ. എൽസ കൊച്ചിനെ കൂട്ടുകാരനായ ഉണ്ണീശോയെ ഞാനങ്ങ് ഏൽപ്പിച്ചേക്കുവാ കുഞ്ഞുമാലാഹേ. അതാ എൻ്റെ ഈ നിർബന്ധം. എൽസ കൊച്ചിന്റെ അമ്മക്കുട്ടി കൊള്ളാലോ. നിങ്ങൾക്കുണ്ടോ എൽസ കൊച്ചിന്റെ അമ്മയെ പോലെ ഇതുപോലെ കൊച്ചു കൊച്ചു നിർബന്ധങ്ങളൊക്കെ ഉള്ള ഒരു അമ്മ? എൽസ കൊച്ചിന്റെ അമ്മ പറഞ്ഞത് ശരിയാ. സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടിറങ്ങണം. അതിപ്പോ എവിടെ പോയാലും പ്രാർത്ഥിച്ച് ഉണ്ണീശോനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഉണ്ണീശോയെ കൂട്ടിക്കൊണ്ടു പോണം. ഇതുവരെ അങ്ങനെ ഒരു നിർബന്ധം നിങ്ങൾക്കില്ല എങ്കിൽ ഇന്നു മുതൽ തുടങ്ങിക്കോളൂട്ടോ. ഉണ്ണീശോയെ കൈവിട്ട് കളയില്ലേ.